ഹലോ ഗൈസ്, എല്ലാവർക്കും ആഫ്റ്റർ റിയാക്ഷൻ്റെ മറ്റൊരു സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ 900 സബ്സ്ക്രൈബേഴ്സ്. 978 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ വ്യൂസ് 2 മില്യൺ കടന്നു. അതിനും കൺഗ്രാറ്റ്സ്. ഇപ്പം 2 വീഡിയോ ഞങ്ങളുടെ ഷോർട്സ് ആയിട്ടുള്ള 2 വീഡിയോ 10K എബോ ലൈക്ക് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് സന്ദീപ് പ്രദീപിൻ്റെ 10K ഇന്നലെ എസ്റ്റേഡ് കയറി. പിന്നെ അറ്റ്ലിയുടെ 70K കയറി. സന്ദീപ് പ്രദീപിന്റെ ഷോർട്ട് വീഡിയോ ആണ് നല്ല റീച്ച് കിട്ടാൻ കാരണം. പിന്നെ അല്ലിയുടെ വീഡിയോ കയറി. തേർഡ് നമ്മുടെ ഷോർട്സിനാണ് ഭയങ്കര വ്യൂസ് കൂടുതൽ. അത് മിക്ക ഒരു ഷോർട്സിന് വ്യൂസ് കൂടുതലാണ്. പക്ഷെ അത് 1 lakh പോയപ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയി. പിന്നെ പോപ്പുലേഷൻ ആണെങ്കിൽ കൂടുതലും ഇന്ത്യ ഉണ്ട്, USA, അറബിക്ക് അതൊക്കെ തോന്നണ രാജാസാബ് നമ്മുടെ പ്രഭാസിന്റെ പുതിയ പടം. നമ്മുടെ TV വിഷു പ്രതാപ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. മാരുതി ഫിലിം എന്നാണ് ഞാൻ കണ്ടത്. മാരുതിയുടെ പടമാണെന്ന് തോന്നുന്നു. തമനാണ് മ്യൂസിക്. എനിക്ക് മ്യൂസിക്കാണ് കുറച്ച് ബോറായിട്ട് തോന്നുന്നത്. ബാക്കി പിന്നെ ഈ രാജാസാബ് മാത്രമല്ല ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ പോണത്. അതിനൊപ്പം തന്നെ നമ്മുടെ ഇതും കൂടി ലോക ചാപ്റ്റർ 2 അതിൻ്റെ തന്നെ നമ്മുടെ ഇപ്പൊ ലോക റിലേറ്റ് 1 മാസം ആയിട്ടുള്ളൂ. അതിന് മുമ്പ് അതിന്റെ ടീച്ചർ ഇറക്കി. അപ്പൊ അതുകൊണ്ട് ലോകം ഫസ്റ്റ് ആണ്. എന്റെ ഹാങ് ഓവർ നിൽക്കുന്നതാണ് സെക്കൻഡിന്റെ ടീച്ചർ. ഞാൻ ഇവിടെ റിലേറ്റ് പോണതിന് മുമ്പ് കണ്ടതാണ്. ഇവൻ അതിന് മുമ്പ് കണ്ടു. അതെ, ഞങ്ങൾ ശരിക്കും റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചാണ്. പക്ഷെ റിവ്യൂ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറെ വീഡിയോസിലൊന്നും എന്നെ കണ്ടില്ലല്ലോ. മറ്റേ ലോകയില് കണ്ടില്ല. ബൾട്ടി കാണണമെന്നുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ഇവിടുത്തെ റിലേറ്ററിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ ബുക്ക് മൈ ഷോ നോക്കിയാണ്. അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം. Now close your eyes. Take a deep breath. Physics. നിന്റെ ബ്രെയിൻ എന്റെ കമാൻഡ്സ് മാത്രമേ ഫോളോ ചെയ്യൂ. പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവം. അരമന പ്രഭാസ് വർഷം ഹൊറർ മൂവി. നോട്ടാ സിഗാറ് എന്താണ്? ഓക്കെ, ജയിലുള്ള പുള്ളി ഈ ലുക്ക് കണ്ടിട്ട് മഹേഷ് ബാബുന്റെ ലുക്ക് വരാറുണ്ട്. മാളവിക റൊമാൻസിന്റെ ഇടയ്ക്ക് നല്ല കളറിങ് കണ്ടോ? സിനിമ വൈബ്രന്റ് കളറിങ്. കൊറേ റെഫറൻസ് വരുന്നുണ്ട്. പ്രിഡേറ്റർ ജാനുവരി 2026 പൊങ്കൽ. അതല്ല കമന്റ് ട്രെയിന് സ്ട്രേഞ്ചർ തിങ്സ്. പല സിനിമയുടെ മിക്സ് കണ്ടാ. സഞ്ജയ് ദത്ത്. It's impossible to face him. अभी देख लीजिए. എനിക്ക് തോന്നണെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിലെ പഴയ രാജാവിന്റെ ബാധ പറഞ്ഞാണ്. ഓ
നല്ല അൾട്ടിമേറ്റ് മളങ്കൾട്ട് എന്തോ അങ്ങനെ എന്തോ പറയും, കൾട്ട് ക്ലാസിക്കൽ. അതെ മലങ്കൾട്ട് പടമാകാൻ സാധ്യത. ജാനുവരി 9 ഇത് പ്രശ്നം വരാൻ പോകുന്നത് അറിയോ? ഇപ്പൊ ഗ്രാഫിക്സ് ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോ ഐമാക്സിലൊക്കെ ഫോർമാറ്റിലെ വന്നിയാണെങ്കിൽ നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ VFX CGI മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അത് മറ്റേ പുഷ്പ 2 കുറെ പേര് ഐമാക്സിൽ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 9 അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വിജയുടെ ജനനായകൻ ഈ പ്രശ്നം നടക്കാൻ കാരണം റിലീസ് ആവും, സംശയമാണ്. എന്തോരം ജനങ്ങളാണ്. മാനാട് സംഭവം നടന്നതിന് ശേഷം കൊച്ചുങ്ങളെല്ലാം മനസ്സിലായി. വിജയ് എന്നെ കാരണം എല്ലാം പറഞ്ഞല്ലോ, എന്റെ സ്ഥലങ്ങളില്ല കാരണം വേറെന്തെങ്കിലും ഒക്കെ പറഞ്ഞു. അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു കോമഡി ഹൊറർ മൂവി ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ കുറച്ച് റൊമാൻസ്, അതെ ആവശ്യമില്ലാത്ത കുറെ റൊമാൻറ്റിക് ഡാൻസും പാട്ടും, ഒരു ടിപ്പിക്കൽ കന്നഡ തെലുങ്ക് പടം ഇരിക്കാൻ സാധ്യത. പ്രഭാസ് ഫാൻസ് അവര് നല്ല രീതിക്ക് എൻജോയ് ചെയ്യും ഈ സംഭവം. നെക്സ്റ്റ് ലോക എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ഫസ്റ്റത്തെ യൂണിവേഴ്സ്. അതെ ഇപ്പൊ തമിഴിന് ഒരു യൂണിവേഴ്സ് കിട്ടി, LCU പോക്ക് പോയി. LCU എവിടെ പോയി നിൽക്കുന്നു? കൈതി ഡ്രോപ്പ് ആയിരുന്നു കുറെ വിവരം ജന്മത്ത് വരൂല. ഇപ്പൊ ജയിലർ 2 റിലീസ് വരെ ഉറപ്പിച്ച് അടുത്ത വർഷം ജൂണില് ഉറപ്പിച്ചു. ഞങ്ങൾ ഇപ്പൊ അടുത്ത അപ്കമിങ് ആയിട്ടുള്ള മൂവിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോ അടുത്ത ആഴ്ചയെങ്കിൽ ചെയ്യാം. അപ്പൊ റിയാക്ട് ചെയ്യാം. നമ്മുടെ ഇത് ലോക താല്പര്യമില്ല. അതാ നീ ഒരു ബോറനായതുകൊണ്ട് കണ്ണു പിടിച്ചാൽ ആരും ബോറൻ. ഞാൻ ബോറണം, താനാണ് ബോറൻ, ഞാൻ പറഞ്ഞ എന്റെ മിസ്റ്റർ. ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റാണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സാണ്. കള്ളുകുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ കോപ്പാണ്. ഇയാളൊരു മാതിരി എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? കുറച്ച് ഫണ്ണായിട്ട് തോന്നുന്നുണ്ട്. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയൊക്കെ തീരി. മൈ ഗേൾ ചാപ്റ്റർ 2 ഞാനാ മോനെ. കൺഫേം ചെയ്തട്ടാ ചാപ്റ്റർ 2 ഇതിൽ തന്നെ കൺഫേം ചെയ്ത് ടോവിനോണ് ലീഡ് ചെയ്തുകൊണ്ട് പോണെന്ന്. അത് ഫസ്റ്റ് പാർട്ടി തന്നെ പറഞ്ഞ്, പക്ഷെ എന്നാലും ടീസറിൽ കൂടി തന്നെ പറഞ്ഞു തന്നു ലീഡ് നമ്മൾ ആരാന്ന് പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താല്ലടോ? അല്ല ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചു. അങ്ങനെയൊക്കെ ബന്ധാകട്ടെ. എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, പറഞ്ഞായിരുന്നോ? പുള്ളി എന്റെ അത്ര ഫണ്ണല്ല, ചില വയലന്റാ. അറിയാം. ചേട്ടനോ? മൂത്തോന് കല്യാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അവന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും, വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്, വരാന്ന് പറയണോ? അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനെന്ന് പറയണം ബ്രോ. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്കും, നോക്കാം. പോലെ ചാത്തന്മാരെ കൊണ്ടുവരും. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ചാപ്റ്ററാണ്. ഇപ്പോഴും ലോക ചാപ്റ്റർ 2 മാത്രമേ ഉള്ളൂ. ലോക ചാപ്റ്റർ 2 ടോയിനോന്ന് കൺഫേം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും പറഞ്ഞത് ഏതാണെന്ന് മനസ്സിലായി അല്ലേ?
ചാപ്റ്റർ 2 ഇപ്പൊ വണ്ണായപ്പോ ചന്ദ്രൻ. ഇപ്പൊ ചാപ്റ്റർ 2 മാത്രമേ ഉള്ളൂ. അത് എന്തായാലും പേര് കൺഫേം ചെയ്യുമായിരിക്കും. ചാപ്റ്റർ 2 എന്തായാലും ചാത്തൻ ടീച്ചറോ കൊള്ളാം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്. മൈക്കിൾ എന്നല്ലേ ഇയാളുടെ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമയിൽ പ്രൊഡിക്ഷൻ അല്ല റിക്വസ്റ്റ് ആയിട്ടുള്ളത് VFX ഡിപ്പാർട്ട്മെന്റ് നല്ല ഓരോ പണിയെടുക്കുന്നുണ്ടെന്നാണ്. ഇല്ലേ, VFX-ഉം കൊറിയോഗ്രാഫി, സിനിമ കൊറിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫിയാണോ? സിനിമ കൊറിയോഗ്രാഫി, കളർ പിക്ചർ സിനിമാറ്റോഗ്രാഫിയാണ്. ഇല്ല, കൊറിയോഗ്രാഫി ഉണ്ട്. സിനിമ കൊറിയോഗ്രാഫി, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇതില് ടോവിനോ ലീഡ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ ആ മഹാവതാർ നരസിംഹം കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനിയുണ്ട്. നല്ല സിനിമ എന്ന് പറയുന്നത്. അത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല അത് വൺ ബഡ്ജറ്റ്. കേരളത്തിലൊക്കെ വളരെ കുറവായിരുന്നു അതിന് സീറ്റും കാര്യങ്ങളൊക്കെ. ആദ്യം തിയേറ്ററിലൊന്നും ഉണ്ടായില്ല. മെയിനായിട്ട് PVR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല സിനിമ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വേറെ പടത്തിന് ഇപ്പൊ റിലീസ് ഇറങ്ങിപ്പോയി. അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ ഒരു പടം ചെയ്യാൻ വേണ്ടി വെച്ചാണ് റിയാലിറ്റി കരം. അത് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അത് വലിയൊരു നല്ല പോസിറ്റീവ് അല്ല കിട്ടുന്നത്. കരത്തില് ആകെ എല്ലാരും കാണാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഇവാനാശർ കോച്ച്. പിന്നെ രണ്ടാമത്തത് അതൊരു വിനീത് ശ്രീനിവാസന്റെ ഒരു പടം. ഇത് രണ്ടിനുമാണ് ആൾക്കാർ പോകുന്നത്. പിന്നെ അതിന്റെ DOP ക്യാമറമാൻ ജോമോണ്ടി ജോനാണ്. അത് ചേണ്ട ക്യാമറ വർക്കൊക്കെ അറിയാലോ. ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ട കിങ്ഡം സിനിമയിലാണ്. നല്ല ക്യാമറ വർക്കും കളറും പരിപാടിയൊക്കെയാണ്. പക്ഷെ കൂലി സിനിമയില് എത്തിയില്ല. ഭയങ്കര മഞ്ഞയും ചുമപ്പൊക്കെ കാണിക്കുമ്പോ പുക പോലെ ഇരിക്കണില്ല. പിന്നെ ഫാസ്റ്റ് സീൻ കാണിക്കുമ്പോ കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. ഞങ്ങൾ ഫാസ്റ്റ് ഇവൻ ചെയ്തിട്ടതാണ്. പക്ഷേ കോപ്പിറൈറ്റ് പോയി, തീർന്ന്. ഇപ്പൊ രാജാ സാബ് ട്രെയിലർ വന്നിട്ട് 2 ദിവസമായി. ഞങ്ങൾക്ക് കുറച്ച് തിരക്കൊക്കെ കാരണം തിരക്ക് കാരണം കണ്ടെന്ന് പൊക്കോടി കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ. ഇപ്പൊ ലോകയുടെ എന്തായാലും ഒരാഴ്ച ആവണുള്ളൂ. രാജാസാബിന് ഇന്നലെ ഞാൻ വന്നിട്ടുള്ളൂ. ഇനി അപ്പൊ ജനുവരി 9-ാം തീയതി രാജാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. 1K ആണ്. അത് 1 ഇയർ ഉണ്ട്. 1 ഇയർ എത്രയും മുമ്പ് ഒരു 1K സ്വപ്നമാണ് ഞങ്ങളുടെ രണ്ടുപേരും. അതെ, നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾ നല്ലപോലെ പോകും. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അതിനനുസരിച്ച് ഞങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂടും. ഇപ്പൊ പിന്നെ ഒരു കാര്യം, വാച്ച് ടൈം ഒന്ന് കൂട്ടണം. അതെ, വാച്ച് ടൈം ഒന്ന് കൂട്ടണം. അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വാച്ച് ടൈം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ ഇപ്പൊ വെറും 299 ഉള്ളൂ മണിക്കൂറോ. 4.5 അത്ര മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയായി. അപ്പൊ ശരി, എന്നാ ബൈ.